ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീതയിലെ 3-ാമത്തെ അധ്യായമാണ് കർമ്മയോഗം. കർമ്മയോഗത്തിലൂടെ ഭഗവാൻ കർമ്മം ചെയ്യേണ്ടുന്നതിന്റെ പ്രാധാന്യത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. നമ്മൾ ഹിന്ദുമത വിശ്വാസികൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ മതവിശ്വാസികൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആരോപണമാണ്, ജോലി ചെയ്യാതെ വെറുതെ അമ്പലത്തിൽ പോയിരുന്ന് നാമം ജപിച്ചത് കൊണ്ടോ വ്രതങ്ങൾ എടുത്തത് കൊണ്ടോ യാതൊരു പ്രയോജനവുമില്ല ആ സമയത്ത് നാമം ജപിക്കുക. വെറുതെ കല്ലിനെയും പുഴയെയും ഒക്കെ പൂജിക്കുകയും കല്ലിന്റെ പുറത്ത് കുറെ പാലും തേനും ഒക്കെ കോരി ഒഴിച്ച് വെറുതെ ആ പാലും തേനും ഒക്കെ നശിപ്പിക്കുന്നത് എന്തിന്? പുഴകളിൽ പോയി സ്നാനം ചെയ്ത് ആ പുഴ നശിപ്പിക്കുന്നത് എന്തിന്? കല്ലിനൊഴിക്കുന്ന പാല് കൊണ്ടുപോയി പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങളുടെ വിശപ്പ് മാറില്ലേ? എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് യുക്തിവാദികൾ നിരന്തരം നമ്മൾ ഹിന്ദുമത വിശ്വാസികളോട് ചോദിക്കാറുണ്ട്. അതിനുള്ള ഉത്തരം തന്നെയാണ് കർമ്മയോഗയിലൂടെ ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത്. ഭഗവാൻ തന്നെയാണ് ഏറ്റവും വലിയ യുക്തിവാദി. യുക്തിയോടുകൂടി ചിന്തിച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്ന നമ്മുടെ ഈശ്വരനാണ്, നമ്മുടെ ഗുരുവാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. പലപ്പോഴും പല യുക്തിവാദികളുടെയും ചോദ്യത്തിന് ഉത്തരം നമുക്ക് പറയാൻ സാധിക്കാത്തത് നമ്മൾ കൃത്യമായി നമ്മുടെ ഗ്രന്ഥങ്ങൾ പഠിക്കാത്തത് കൊണ്ടാണ്. ഹിന്ദുമതം കൃത്യമായി പഠിക്കുകയും അത് മനസ്സിലാക്കുകയും ചെയ്ത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ, അതിൻ്റെ അന്തസത്ത മനസ്സിലാക്കി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും അദ്വൈതം, അതായത് ഈശ്വരനും നമ്മളും ഭിന്നരല്ല, നമ്മുടെ ഉള്ളിൽ ഈശ്വരൻ കുടികൊള്ളുന്നു. അങ്ങനെ മനസ്സിലാക്കുന്ന ശ്രേഷ്ഠന്മാർ, അങ്ങനെ മനസ്സിലാക്കിയ ശ്രേഷ്ഠന്മാർ, അവര് പ്രത്യേകിച്ചൊന്നിനെയും ആരാധിക്കുന്നില്ല. അവർക്കറിയാം എന്താണ് ചെയ്യേണ്ടതെന്ന്. അവര് നിരന്തരം അവരുടെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ജീവിത യാത്രയിൽ നമുക്ക് ധാരാളം ഉദാഹരണങ്ങൾ പഠിക്കേണ്ടി വരും. അങ്ങനെയുള്ള ഉദാഹരണങ്ങളാണ് നമ്മൾ സാധാരണ മനുഷ്യർ ഇപ്പോൾ അനുഷ്ഠിക്കുന്ന വ്രതങ്ങളും ജപങ്ങളും പ്രാർത്ഥനകളും ഈശ്വര സ്വരൂപങ്ങളുമൊക്കെ. അത് മനസ്സിലാക്കി മുമ്പോട്ട് പോയി കഴിയുമ്പോൾ പിന്നീട് ഒന്നും ഭേദമല്ല, രണ്ടും ഒന്നു തന്നെയാണ് എന്ന ഒരു വലിയ തത്വത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും. അതുകൊണ്ടാണ് ഹിന്ദുമതം ഏറ്റവും ശ്രേഷ്ഠമാണ് എന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. എന്നാൽ മറ്റു മതങ്ങളിൽ എങ്ങനെയാണ് പറയുന്നത്? ദൈവം ഒരിടത്തിരിക്കുന്നു, ദൈവം ചില കാര്യങ്ങൾ ആജ്ഞാപിക്കുന്നു, മനുഷ്യരത് അനുസരിക്കുന്നു. അതിൻ്റെ അപ്പുറത്തേക്കൊരു യാത്ര ആ മതങ്ങളിൽ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എൻ്റെ പരിമിതമായ അറിവ് വെച്ച് അങ്ങനെ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ ഹിന്ദുമതത്തിന്റെ അടിസ്ഥാന തത്വം തന്നെ നമ്മുടെ ഉള്ളിൽ ഈശ്വരൻ കുടികൊള്ളുന്നു എന്നുള്ളതാണ്. നമ്മൾ തന്നെയാണ് ഈശ്വരൻ. ശരിയും തെറ്റും നമ്മൾ തന്നെയാണ് തീരുമാനിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് മാത്രമാണ് ഫലം. നമ്മൾ നല്ല കർമ്മങ്ങൾ ചെയ്താൽ നല്ലത് അനുഭവിക്കും, ചീത്ത ചെയ്താൽ അതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കും. ശരിയും ചീത്തയും എങ്ങനെ കണക്കാക്കും? അതും ആപേക്ഷികമാണ്. മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ ശരിയെന്ന് തോന്നുന്നത് ചിലപ്പോൾ ശരിയാകണം എന്നില്ല. തെറ്റാണ് എന്ന് തോന്നുന്നത് ചിലപ്പോൾ തെറ്റാകണം എന്നുമില്ല. അതുകൊണ്ടാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ദുര്യോധനനും മറ്റ് കൗരവരും എല്ലാവരും മരിക്കുന്നു, അതിനുശേഷം പാണ്ഡവരും മരിക്കുന്നു. യുധിഷ്ഠിരൻ ഉടലോടെ സ്വർഗത്തിലേക്ക് പോയി എന്നാണ് പറയുന്നത്. അദ്ദേഹം ധർമ്മിഷ്ഠനാണ്, നീതിമാനാണ്. പക്ഷേ നരകം കാണേണ്ടി വന്നു. ആ സമയത്ത് നരകത്തിൽ തൻ്റെ സഹോദരന്മാർ കിടക്കുന്നത് കാണുന്നു. തിരിച്ച് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കൂടെ ആരിയ്ക്കുന്നതായിട്ടാണ് കാണുന്നത്? ദുര്യോധനൻ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അത്രയും കാലം ദുര്യോധനൻ വലിയ ക്രൂരനാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു. പക്ഷെ ദുര്യോധനന് സ്വർഗം കിട്ടി. എന്നാൽ
ധർമ്മിഷ്ഠരെന്ന് നമ്മൾ വിചാരിച്ച പാണ്ഡവര് നരകത്തിൽ കിടക്കുന്നു. ഇതാണ് വിരോധാഭാസം. എങ്ങനെ അങ്ങനെ സംഭവിച്ചു? അവിടെയാണ് കർമ്മത്തിന്റെ പ്രാധാന്യം. അതുകൊണ്ട് തന്നെ നമ്മൾ ശരിയായി അറിവ് നേടുക. എന്താണ് നമ്മുടെ മതഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്, എന്താണ് വേദഗ്രന്ഥങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് കൃത്യമായി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മളെ ആർക്കും വഴിതെറ്റിക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഭഗവത്ഗീത കൃത്യമായി പഠിക്കണം. നിങ്ങളുടെ കുട്ടികൾക്ക് അത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ ഇത് പറഞ്ഞത്. നമുക്ക് കർമ്മയോഗയിലെ, അതായത് 3-ാമത്തെ അധ്യായത്തിലെ കർമ്മയോഗയിലെ 22-ാമത്തെ ശ്ലോകം പഠിക്കാം. കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ എനിക്ക് യുദ്ധം ചെയ്യാൻ പറ്റില്ല. യുദ്ധം ചെയ്യുന്നത് മഹാപാപമാണ്. യുദ്ധം സർവനാശമാണ്. യുദ്ധത്തിൽ ധാരാളം ആളുകൾ മരണപ്പെടും. എൻ്റെ പക്ഷത്തുള്ള ആളുകളും മറുപക്ഷത്തുള്ള ആളുകളും എനിക്ക് പ്രിയപ്പെട്ടവരാണ്. എൻ്റെ ഗുരുക്കന്മാരാണ്, എൻ്റെ ബന്ധുക്കളാണ്, എൻ്റെ സഹോദരങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവരെ വധിക്കുവാൻ എനിക്ക് സാധിക്കുകയില്ല. അങ്ങനെ ഞാൻ ചെയ്താൽ എനിക്കത് ദോഷമുണ്ടാക്കും എന്ന് പറഞ്ഞ് യുദ്ധം ചെയ്യാൻ പറ്റില്ല, ഞാൻ സന്യാസം സ്വീകരിക്കുകയാണ്, ഞാൻ കാട്ടിൽ പോയി തപസ് ചെയ്യുകയാണ്, തൻ്റെ ഗുരുക്കന്മാരെ, തൻ്റെ ബന്ധുജനങ്ങളെ കൊന്നിട്ട് രാജ്യം നേടിയാൽ ആ രാജ്യത്ത് ലക്ഷ്മി ഉണ്ടാവുകയില്ല, ആ രാജ്യം കൊണ്ട് എനിക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാവുകയില്ല, എനിക്ക് സുഖമുണ്ടാവുകയില്ല, എന്നെ ആളുകൾ ദുഷിക്കും. അതുകൊണ്ട് എല്ലാം ഉപേക്ഷിച്ചിട്ട് ഒരു ത്യാഗിയെ പോലെ, ഒരു സന്യാസിയെ പോലെ ഞാൻ കാട്ടിലേക്ക് പോകുന്നു, ഞാൻ തപസ് ചെയ്യാൻ പോകുന്നു, അതാണ് എനിക്ക് നല്ലത് എന്ന് പറഞ്ഞ് തേർത്തട്ടിൽ അർജുനൻ തളർന്നിരിക്കുന്നു. അർജുനൻ കൃഷ്ണനോട് പറയുകയാണ്, അല്ലയോ കൃഷ്ണ, സ്വജനങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യാൻ ഇവിടെ വന്നിരിക്കുന്നത് കണ്ടിട്ട് എൻ്റെ കൈകാലുകൾ തളരുന്നു, മുഖം വരളുന്നു, ശരീരം വിറയ്ക്കുന്നു, രോമാഞ്ചം കൊള്ളുകയും ചെയ്യുന്നു, ഗാന്ധീവം കയ്യിൽ നിന്ന് വഴുതി പോകുന്നു, ദേഹമാസകലം ചുട്ടുനീറുന്നു, നിവർന്നു നിൽക്കുവാൻ പോലും എനിക്ക് സാധിക്കുന്നില്ല, എൻ്റെ മനസ്സ് കറങ്ങുന്നത് പോലെ തോന്നുന്നു. അല്ലയോ കേശവ, നിമിത്തങ്ങൾ ഞാൻ വിപരീതമായിട്ടാണ് കാണുന്നത്. സ്വജനങ്ങളെ യുദ്ധത്തിൽ കൊന്നിട്ട് ഒരു ശ്രേയസ്സും ഞാൻ കാണുന്നില്ല. അല്ലയോ കൃഷ്ണ, രാജ്യവും വിജയവും സുഖങ്ങളും ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് രാജ്യം കൊണ്ട് എന്തു കാര്യം? അല്ലയോ ഗോവിന്ദ, ഭോഗങ്ങൾ കൊണ്ടോ ജീവിതം കൊണ്ട് തന്നെയോ എന്തു ഫലമാണ് ഉള്ളത്? ആർക്കെല്ലാം വേണ്ടിയിട്ടാണോ രാജ്യവും ഭോഗങ്ങളും സുഖങ്ങളും ഞാൻ ആഗ്രഹിച്ചത്, അവരെല്ലാവരും ഇതാ മരിക്കാൻ തയ്യാറായി വന്നു നിൽക്കുന്നു. അതുകൊണ്ട് ഞാൻ എങ്ങനെയാണ് അവരോട് യുദ്ധം ചെയ്യുന്നത്? രണ്ടു സേനകളിലും ബന്ധുക്കളല്ലേ? അല്ലയോ മധുസൂദന, എന്നെ ഇവർ വധിച്ചാൽ തന്നെയും 3 ലോകങ്ങൾക്ക് വേണ്ടി പോലും ഇവരെ വധിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെയാണോ ഈ ഭൂമിക്ക് വേണ്ടി? ഇങ്ങനെ പറഞ്ഞ് അർജുനൻ കരയുകയാണ്. അതിനുശേഷം ഞാൻ കാട്ടിലേക്ക് പോകുന്നു എന്ന് പറയുന്ന അർജുനൻ കൃഷ്ണനോട് അവസാനം പറയുകയാണ്, എന്നെ നേർവഴി കാണിച്ചു തരൂ കൃഷ്ണ എന്ന് പറഞ്ഞപ്പോൾ കൃഷ്ണൻ ഉപദേശിച്ചു കൊടുക്കുന്നതാണ് സാക്ഷാൽ ശ്രീമദ് ഭഗവത്ഗീത. അതിലെ 3-ാമത്തെ അധ്യായം കർമ്മയോഗം. കർമ്മയോഗയിലെ 22-ാമത്തെ ശ്ലോകം നമുക്കൊന്ന് നോക്കാം. നമേ പാർത്ഥസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നവാപ്തമവാപ്തവ്യം വർത്തയേവച കർമ്മണി. ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുകയാണ്, അല്ലയോ അർജുന, എനിക്ക് 3 ലോകത്തും ചെയ്യാൻ കടപ്പെട്ടതായി യാതൊന്നുമില്ല. തന്നെയുമല്ല, നേടാത്ത യാതൊന്നും ഇനി എനിക്ക് നേടേണ്ടതായിട്ടും ഇല്ല. എങ്കിലും കർമ്മരംഗത്തു തന്നെ ഞാൻ കഴിച്ചു കൂട്ടുന്നു. ഇങ്ങനെയാണ് ഇവിടെ കൃഷ്ണൻ അർജുനനോട് പറയുന്നത്. അതായത് എനിക്ക് ഈ ലോകത്ത് ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല, എനിക്ക് ഒന്നും നേടേണ്ട ആവശ്യവുമില്ല. എന്നിട്ടും
ഞാൻ എൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ എൻ്റെ കർമ്മം ചെയ്യുന്നു. ഇവിടെ യുദ്ധത്തിന് നിന്റെ തേരാളിയായിട്ട് ഇവിടെ വന്നു നിന്ന് നിന്നെ സഹായിക്കുന്നു. എനിക്കിതിന്റെ എന്താവശ്യമാണുള്ളത്? എൻ്റെ രാജ്യത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എൻ്റെ രാജ്യത്തിനെ ആരെങ്കിലും ആക്രമിച്ചോ? എനിക്കിത് ചെയ്യേണ്ടുന്ന ആവശ്യമുണ്ടോ? എന്നിട്ടും ഞാൻ ഇവിടെ വന്ന് നിന്നെ സഹായിക്കുന്നു. എനിക്ക് ഈ ലോകത്ത് എന്താണ് ഇനി അവശേഷിക്കുന്നത്? എനിക്കൊന്നും ചെയ്യാനില്ല. എല്ലാം എനിക്ക് പ്രാപ്യമായിട്ടുള്ളത് തന്നെയാണ്. പിന്നെ ഞാൻ എന്തിനാണ് ജോലി ചെയ്യുന്നത്? നീ അത് ആലോചിക്കൂ. എന്നിട്ടും ഞാൻ ജോലി ചെയ്യുന്നു. ഇല്ലേ? നമ്മൾ ധാരാളം ആളുകളെ കണ്ടിട്ടുണ്ട്. എല്ലാം അവർ നേടി, അവരവരുടെ മക്കളെയൊക്കെ കല്യാണം കഴിപ്പിച്ചയച്ചു, അവരിന്ന് ജോലി ചെയ്യുന്നു, അവർ റിട്ടയർഡായി, നല്ല വീട് വെച്ചു, കാറൊക്കെ മേടിച്ചു, അല്പം ഡിപ്പോസിറ്റുകളൊക്കെ ഉണ്ട്, സ്ഥലങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ടും ചില മനുഷ്യര് നിരന്തരം വീണ്ടും വീണ്ടും അവര് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, നമ്മൾ കാണാറുണ്ട്. എന്നാൽ ചിലരോ ഒന്നും ചെയ്യില്ല. അവർക്ക് ആവശ്യമുള്ള സമയത്ത് അവർ ജോലി ചെയ്യില്ല. റിട്ടയർ ആയി കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ വെറുതെ ഇരുന്ന് എന്ത് ചെയ്യും? പല അസുഖമൊക്കെ വരുത്തി വെക്കും. എന്നാൽ ചിലരോ അവർക്ക് എത്ര കാലം അവരുടെ ജോലി ചെയ്യാൻ സാധിക്കുന്നു അത്രയും കാലം എന്തു ചെയ്യും? ഒരാവശ്യവുമില്ലെങ്കിലും അവരെപ്പോഴും കർമ്മം ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ കർമ്മം ചെയ്യണമെന്നാണ് പറയുന്നത്. ജോലി ചെയ്യേണ്ടുന്നതിന്റെ ആവശ്യകതയെ പറ്റിയിട്ടാണ് പറയുന്നത്. ഒന്നും നേടാൻ വേണ്ടിയിട്ടല്ല ഞാനിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. പക്ഷെ നിനക്ക് നേടാൻ ധാരാളം കാര്യങ്ങളുണ്ട്. എന്നിട്ട് നീ ജോലി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാകുന്നത്? അതുകൊണ്ട് ജോലി ചെയ്യുക, നീ നിന്റെ കർമ്മം ചെയ്യുക എന്നാണ് ഇവിടെ കൃഷ്ണൻ വീണ്ടും അർജുനനോട് പറയുന്നത്. ഇനി നമുക്ക് 23-ാമത്തെ ശ്ലോകത്തിലൂടെ കൃഷ്ണൻ എന്താണ് പറയുന്നത് എന്ന് കൂടി ഒന്ന് നോക്കാം. യദി ഹ്യഹം ന വർത്തേയം ജാതു കർമ്മണ്യതന്ത്രിതഃ മമ വർത്താനു അവർത്തന്തേ മനുഷ്യാ പാർത്ഥ സർവശഃ. അല്ലയോ പാർത്ഥ, ഞാൻ കർമ്മത്തിൽ വ്യാപരിക്കുന്നില്ലെങ്കിൽ മനുഷ്യരും അതേ മാർഗം സ്വീകരിക്കും. എത്ര വലിയ കാര്യമാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മൾ പറയും, അച്ഛനെ കണ്ടല്ലേ മക്കള് പഠിക്കുന്നത്, അമ്മയെ കണ്ടല്ലേ മക്കള് പഠിക്കുന്നത് എന്ന്. അതുപോലെ തന്നെയാണ് ഗുരുവിനെ കണ്ടാണ് കുട്ടികൾ പഠിക്കേണ്ടത്. ഇവിടെ കൃഷ്ണൻ തൻ്റെ ജീവിതം കൊണ്ട് കർമ്മം ചെയ്യുന്നത് അർജുനന് കാണിച്ചു കൊടുക്കുകയാണ്. എങ്കിൽ മാത്രമേ അർജുനനും കൃഷ്ണനെ പോലെ കർമ്മം ചെയ്യുവാൻ ശ്രമിക്കുകയുള്ളൂ. അതായത് ഗുരു വെറുതെ ഇരിക്കുകയാണ് ഒന്നും ചെയ്യാതെ, വെറുതെ പ്രസംഗം മാത്രമേ ഉള്ളൂ. ശിഷ്യരെങ്ങനെയാണ് അനുകരിക്കുന്നത്? അതുകൊണ്ട് മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ എൻ്റെ ജീവിതം തന്നെയാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞതുപോലെ കൃഷ്ണൻ ഇവിടെ കർമ്മം ചെയ്ത് കാണിച്ചു കൊടുക്കുകയാണ്. കൃഷ്ണന് ഈ യുദ്ധത്തിന്റെ ഒന്നും ഒരാവശ്യവുമില്ല. ഭൂമിയുടെ ഭാരം കുറയ്ക്കുന്നതിനായിട്ട് ഭൂമിദേവിയുടെ ആഗ്രഹപ്രകാരം ശ്രീകൃഷ്ണൻ ഈ ഭൂമിയിലേക്ക് അവതരിച്ചിട്ടുണ്ടെങ്കിൽ പരമാത്മാവായ ശ്രീകൃഷ്ണന് അർജുനന്റെയും യുധിഷ്ഠിരന്റെയും ഒന്നും ഒരാവശ്യവുമില്ല ഭൂമിയുടെ ഭാരം തീർക്കുന്നതിനായിട്ട്. എങ്കിലും ഭഗവാൻ പല കർമ്മങ്ങളും ഇവിടെ ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? മനുഷ്യർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഇവിടെ അർജുനനെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കുകയും ഭഗവത്ഗീത ഇവിടെ ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് മനുഷ്യ സമൂഹത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയിട്ടാണ്. ജോലി ചെയ്യേണ്ടുന്നതിന്റെ ആവശ്യകത മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇതൊക്കെ ചെയ്യുന്നത്. അതായത് നമ്മൾ ഓരോരുത്തരും നമ്മൾ ചെയ്തു കാണിച്ചു കൊടുത്താൽ മാത്രമേ നമ്മുടെ കുട്ടികളും അത് ചെയ്യുകയുള്ളൂ. കുട്ടികളോട് പറയും, പോയി നാമം ജപിക്കൂ എന്ന് പറയും. എന്നിട്ട് അമ്മ ഇപ്പുറത്തിരുന്ന് സീരിയൽ കാണും, അല്ലെങ്കിൽ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കും. കുട്ടി ചെയ്യുമോ? ഇല്ല. നമുക്കെല്ലാം ആരാധ്യനായ സംപൂജ്യനായ കൃഷ്ണൻ ഇതാ കർമ്മമൊന്നും ചെയ്യുന്നില്ല. കർമ്മം ചെയ്യാതിരിക്കുന്നതായിരിക്കാം ഒരു പക്ഷേ ജീവിതത്തെ ധന്യമാക്കാനുള്ള എളുപ്പമാർഗം. അതുകൊണ്ട് നമുക്കും ജോലിയൊന്നും ചെയ്യണ്ട, കർമ്മമൊന്നും ചെയ്യണ്ട. ഇങ്ങനെ ജനങ്ങൾ ചിന്തിച്ചാൽ എന്തു ചെയ്യും? അതുകൊണ്ടാണ് കൃഷ്ണൻ
കർമ്മം ചെയ്തു കാണിക്കുന്നത് എന്നാണ് ഇവിടെ കൃഷ്ണൻ പറയുന്നത്. അല്ലാതെ കൃഷ്ണൻ ഒന്നും പ്രത്യേകിച്ച് നേടേണ്ടതായിട്ടില്ല. എന്നിട്ടും ഇവിടെ തേരാളിയായിട്ട് വന്നു നിൽക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് എന്ന ചോദ്യമാണ് ഇവിടെ കൃഷ്ണൻ ഉയർത്തുന്നത്. അതിനുള്ള ഉത്തരവും കൃഷ്ണൻ തന്നെ പറയുന്നുണ്ട്. അതായത് എന്നെ കണ്ട് അനുകരിക്കണം. ഞാൻ ജോലി ചെയ്യുന്നുണ്ട്, എൻ്റെ ജോലി ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നീയും നിനക്ക് പറഞ്ഞിരിക്കുന്ന ജോലികൾ ചെയ്യുക. അതിൻ്റെ ഫലം ഈശ്വരൻ തന്നുകൊള്ളും. അതുതന്നെയാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. നമ്മൾ നമ്മുടെ ജോലികൾ ചെയ്യുക, അതിനുശേഷം മറ്റുള്ള ആളുകളെ ഉപദേശിക്കുക. നമ്മുടെ ജീവിതം കൊണ്ട് നേർവഴി കാണിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഭഗവത്ഗീതയിലെ കർമ്മയോഗയിലെ 22ഉം 23ഉം ശ്ലോകങ്ങളാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇത് പകർത്തുക, നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. ഹരേ കൃഷ്ണ.